അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ രാവിലെ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണ്. ഇനി അടുപ്പൊക്കെ ഒന്ന് മൂട്ടിയിട്ട് നമുക്ക് അപ്പച്ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇന്ന് അപ്പവും ചട്ടിനിയാണ് കേട്ടോ. അപ്പോൾ എന്നും ഇപ്പോൾ തന്നെയല്ലേ കാണിച്ചിരുന്നത്. അപ്പം അങ്ങനെ നമ്മളെ ചായക്ക് വെച്ച വെള്ളമൊക്കെ തിളച്ച് ചായപ്പൊടിയും പഞ്ചാരയൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് നമ്മൾ എണ്ണ വെച്ചിക്കാണ്ട് അപ്പം ചൂടാണ് കേട്ടോ. നമ്മൾ ഉഴുന്നും അരിയൊക്കെ അരച്ചിട്ടില്ല അപ്പമാണ് കേട്ടോ ചൂടുന്നത്. ഈ അപ്പം മക്കൾക്ക് ഭയങ്കര തൃപ്പതി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് നമ്മൾ ചൂടുന്നത്. അല്ലെങ്കിൽ ഇഡ്ഡലി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓട്ടട ചുട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായിക്കണം. ഇനിയിപ്പോൾ അതൊരു ദിവസം ഒന്ന് ചുട്ട് നോക്കണം. പിന്നെ ഇപ്പോൾ ചുട്ടിട്ടും കാര്യമില്ല, നമ്മളെ മിന്നുട്ടിക്ക് അത് വലിയ തൃപ്പതില്ല. എലി കാരണമാതിരി അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഇങ്ങനെ കാർന്ന് തിന്നും. എന്നാലും വേണ്ടില്ല, നമുക്ക് ചുടണം ഒരു ദിവസം. നമുക്ക് ഓട്ടട എന്നാ പൂതിയായിക്കണം. നേരം വെളുക്കുമ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ പെരും മഴയാണെന്ന്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴ. മക്കളുടെ മദ്രസക്ക് പോയിലാണ് തുടങ്ങിയിരിക്കണ മഴ. അതുകൊണ്ട് ഇന്ന് എന്താണെന്ന് അറിയാം, മിറ്റടിച്ച് വരാൻ ഞാൻ മിറ്റത്തേക്ക് ഇറങ്ങണില്ല. അതുകൊണ്ട് ഇപ്പോൾ നല്ല സുഖമാണ്, മിറ്റടിച്ച് വരണ്ടല്ലോ. അങ്ങനെ മഴ വെജണുണ്ട്. അപ്പം നമ്മളിന്ന് മിറ്റടിച്ച് വരാതെ അവിടെ തന്നെ കുത്തിരിക്കുക. പുറത്തേക്ക് ഇറങ്ങാനാണ് തോന്നണ്ടേ. അപ്പം ഞാൻ അങ്ങനെ മിറ്റത്തേക്ക് ഇറങ്ങി നമ്മൾ മൂത്തച്ഛൻ്റെ അടുത്തൊന്ന് ഇറങ്ങിയപ്പോൾ ഇതാക്കണേ റോട്ടുമ്മ കുറച്ചിങ്ങനെ പെട്രോൾ ഉണ്ടേനി. അപ്പോൾ പണ്ടിങ്ങനെ സ്കൂളിൽ പോയെന്ന് ഇങ്ങനെയൊക്കെ നമ്മളോരോ കളികളൊക്കെ ഉണ്ടേനി. കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ വെച്ചാൽ മഴവില്ല് പോകും പോലെ അല്ലേ. അപ്പോൾ ഞാൻ കാട്ടിനുണ്ട് കണ്ട് ഒരു വണ്ടിമ്പോൾ ഒരു കാക്ക പോകുന്നുണ്ട്. ആ കാക്ക അങ്ങനെ ചിരിച്ചുന്നുണ്ട്. ആ കാക്കാക്ക് ഇപ്പോൾ അറിയില്ലല്ലോ നമ്മൾ പണ്ട് സ്കൂളിൽ പോയെന്ന് ഇങ്ങനെയൊക്കെ കാട്ടിനില്ലേ. പക്ഷെ ആ കാക്കയും കാട്ടിയേക്കും അതേക്കാരം ആ കാക്ക അങ്ങനെ ചിരിച്ച് പോണത് നമ്മളത് കാട്ടിനുണ്ടിട്ടേ. അപ്പോൾ കണ്ടപ്പോൾ ഒരു പൂതിയിട്ടാണ് അങ്ങനെ കാട്ടി നോക്കിയതാണ്. ആ കാക്ക വിചാരിച്ചത് എത്ത ഈ പമ്പറന്നോക്കറ്റ പിരാന്താണോ, ചെറിയ കുട്ടികളായിരിന്നൊക്കെ വിചാരിച്ചേക്കും ചിലപ്പോൾ. നമ്മളിപ്പോൾ അതൊന്നും കണക്കിലെടുക്കണ്ട. നമ്മളേതായാലും കണ്ടപ്പോൾ ഒന്ന് അങ്ങനെ അത് കാട്ടിയെന്നുള്ളൂ. സ്കൂൾ പ്രായം ഉണ്ടല്ലോ, അത് ഓർമ്മയായി. അപ്പം ഉണ്ടല്ലോ മഴയാണ് ചോർന്നപ്പം ഒച്ച് തക്കണ്ടേനി കേട്ടോ മയക്ക്. അപ്പം ഞാൻ എന്താട്ടി കുറച്ച് തിരുമ്പാണ്ടേനി. അപ്പം മെഷീനിലിടാനിപ്പം ഇന്ന് നമ്മൾ കറക്കിയാൽ കറങ്ങൂലല്ലോ. അപ്പം എന്താണെന്നറിയോ, കറണ്ടില്ല. അതിൽ ഞാൻ എന്താട്ടി അത് കല്ലുമ്മ കൊടുന്ന് തിരുമ്പുകയാണ് കേട്ടോ. കല്ലുമ്മലും വേണ്ട ഇപ്പം തിരുമ്പുക, അല്ലെങ്കിൽ കല്ലുമ്മ തിരുമ്പണം മറന്നാലോ എഴുതിക്കാണ്ട് കല്ലുമ്മ തിരുമ്പാണ് കേട്ടോ. അല്ല കറണ്ടില്ലായിട്ടൊന്നല്ല കേട്ടോ നമ്മൾ തിരുമ്പണത് കല്ലുമ്മലേ, കറണ്ടില്ലായിട്ടൊന്നല്ല. നമ്മൾ ഒരു പൂതിക്ക് അങ്ങോട്ട് തിരുമ്പുക എന്നുള്ളൂ. അങ്ങനെ നമ്മളിതാക്കണ് കല്ലുമ്മ തിരുമ്പുണ്ട്. പിന്നെ വലിയോൻ്റെ പാൻറ് ഉണ്ട്, അത് നമ്മൾ ഏതായാലും വേണം കല്ലുമ്മ തിരുമ്പുക. അപ്പോൾ പിന്നെ അത് കൂടി ഉണ്ട് തിരുമ്പാന്ന് വിചാരിച്ചിക്കാണ്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഈ വെള്ള പാൻറ്റാണ്. അതിപ്പോൾ മെഷീനിലിട്ടാൽ തോന്നുന്ന വലിയൊരു വെളുക്കലൊന്നും വെളുക്കില്ല. അല്ലെങ്കിൽ പിന്നെ തലേന്നൊക്കെ സോപ്പും പൊടിയിലൊക്കെ ഇട്ടച്ചിക്കാണ്ടൊക്കെ ഇടണം. അത് ഞാനിട്ടാണ് മറന്നും ചെയ്തു. അപ്പം ഇന്നിപ്പോൾ കല്ലുമ്മ തിരുമ്പല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പാത്തച്ചിട്ടൊന്നുമില്ലെന്ന്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടി വെക്കലാണ്. 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇപ്പോൾ നമ്മൾ മെഷീനിൽ തിരുമ്പൽ. കാരണം മഴയായിട്ട് അത് ഉണങ്ങാനും പണിയല്ലേ. അപ്പോൾ മെഷീനിലായി കഴിഞ്ഞാൽ നമ്മൾ തിരുമ്പിയാൽ അതന്നെ ഒന്ന് ഉണങ്ങി കിട്ടും. പിന്നെ നമ്മൾ ഔത്തുകൂടെ കെട്ടാൽ വേഗം ഉണങ്ങും ചെയ്യും. അപ്പോൾ അത് എഴുതിയിട്ടാണ് നമ്മൾ മെഷീനിലിടുന്നത്. ഇന്ന് പിന്നെ ഇപ്പോൾ കറണ്ട് ഇല്ലായിട്ടാണ് കേട്ടോ നമ്മൾ കല്ലുമ്മക്ക് ഇറങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഇടല് കേട്ടോ. ഈ ചാക്കൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ മെഷീനിൽ തന്നെ ഇടണം. നമ്മൾ ഈ കച്ചുകൊണ്ടൊന്ന് പിഴിഞ്ഞാലൊന്നും ഇപ്പോൾ ഉണങ്ങി കിട്ടൂല, ഇങ്ങനെ മയ്യല്ലേ. അങ്ങനെ നമ്മൾ കല്ലുമ്മ വെച്ചിട്ട് ഒരു ബ്രഷ് ഇട്ട് കണ്ട് ആ കാലുമ്മത്തെ ചളിക്കൊന്ന് നല്ലോണം ഒന്ന് ഉരച്ച് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കണ വീഡിയോ ഒന്നുമില്ല കേട്ടോ ഞാൻ. കാരണം ഒന്ന് ചെറിയൊരു വീഡിയോ ആണ്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ വല്ലാത്തൊരു മടിയുണ്ടേനി. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ചെറുതാണെങ്കിലും നമ്മളെ വീഡിയോ കാത്തിക്കണ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ആൾക്കാർ ഇല്ലാഞ്ഞാൽ പിന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് കാണും ഇങ്ങനെ ചോദിച്ചാൽ തുടങ്ങും, എന്താ ഇപ്പം ഇന്ന് വീഡിയോ ഇല്ലാത്തത്, മടിയാണോ, ഇന്ന് കുറച്ച് മടിയിടിച്ചിക്കണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കമൻറ്റ് വരും. അപ്പം അത് എഴുതിക്കാണ്ട് ഇനിയിപ്പോൾ നമ്മളെ വീഡിയോ കാത്തിക്കണ പോലെ നമ്മൾ വെറുപ്പിച്ചാൻ പാടില്ലല്ലോ. അത് എഴുതിയിട്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് എടുത്താണ് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഷെയർ ചെയ്യാനിപ്പോൾ ഞാൻ പറയലില്ല കേട്ടോ. നിങ്ങൾക്ക് തൃപ്പതി ഉണ്ടെങ്കിൽ വെച്ചെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടിട്ടോ വീഡിയോ ഒക്കെ. അങ്ങനെ നമ്മൾ ബ്രഷ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഉരച്ചേക്കണുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വർത്താനം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കുറച്ച് ഓവറായോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേണ്ടി. അങ്ങനെ നമ്മൾ ഇതാക്കണേ നല്ല ബ്രഷ് ഇട്ടിട്ട്
ഒരുക്കുണ്ട്. അപ്പോത്തിന് മഴ ഊക്കൂടൽ തുടങ്ങിക്കണം കേട്ടോ. അപ്പം ഞാൻ എന്താട്ടി ആഞ്ഞ് വലിഞ്ഞ് നല്ലോണം അങ്ങോട്ട് അടിച്ചാണ് തിരുമ്പിക്കണേ നമ്മളെ പാൻറ്റ്. കീറിക്കണോന്നൊരു സംശയം ഉണ്ട് നിങ്ങൾക്ക്, പക്ഷെ കീറിയിട്ടില്ല കേട്ടോ. അമ്മാരി തല്ലലാണ് നമ്മൾ തല്ലണതില്ലേ. അങ്ങനെ ഏതായാലും അതൊക്കെ തിരുമ്പി കഴിഞ്ഞാരെ നമ്മളെ ചെറുക്കനിന്ന് കടയിലേക്ക് പോകണുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ കടയിലേക്ക് പോയിട്ട്. അപ്പം ഇന്ന് ഏതായാലും ചെല്ലാൻ പറഞ്ഞ വിളിച്ചീനി. അപ്പോൾ ചോറൊക്കെ ഞാൻ നേരത്തെ ആക്കിനി കേട്ടോ. അപ്പം അങ്ങനെ ചോറ് വെന്തിക്കണ്. പിന്നെ കൂട്ടാൻ അപ്പം അങ്ങ് അറിയണ തന്നെയാണ്, തക്കാളി കൂട്ടാൻ തന്നെയാണ് കേട്ടോ. ഓന് തിരുപ്പതി തക്കാളി കൂട്ടാനോ അല്ലെങ്കിൽ ഉള്ളി കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. അപ്പം അങ്ങനെ ചോറ് വിളമ്പി കൂട്ടാൻ. അപ്പോൾ ഓന് കുറച്ച് ചോറ് മതി, കൂട്ടാൻ തോനമാണ് കേട്ടോ. ചോറിൻ്റെലേറെ കൂടുതലാണ് കൂട്ടാൻ. മതിയോ വെച്ചുമേ പോരാ ഇടി എന്ന് പറയാണ്. അങ്ങനെ ഞാൻ ഏതായാലും ചോറിൻ്റെലേറെ കൂടുതൽ കൂട്ടാനായിട്ട് ഞാൻ നല്ലോണം പരത്തിയേക്കണ്, കൂടുതലുണ്ട് എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ പിന്നെ ഞാൻ ചോറാക്കി കൂട്ടാനാക്കി ഒരു പപ്പടം വെച്ച് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ സനുവിനും മിന്നൂട്ടിക്കൊക്കെ എന്നൊക്കെ ചോറ്റൊക്കെ കൂട്ടാൻ ഇതന്നെയാണ് കേട്ടോ ഈ പപ്പടം. അങ്ങനെ ഓനെ പറഞ്ഞയച്ചു. കുട്ടികളൊക്കെ എല്ലാവരും പോയിട്ടോ. പിന്നെ ഞാൻ എന്താട്ടി അകടിച്ചോരാനും തുടക്കാനും ഒക്കെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അകടിച്ചോരാണ്. നല്ല മഴ പെയ്യണുണ്ട്. ഒന്ന് ചോരിനുണ്ട്, ചോറിനോണം പെയ്തോണം അങ്ങനെ നിൽക്കണുണ്ട്. പിന്നെ നമ്മൾ മിന്നൂട്ടി മാറ്റി നിൽക്കുകയാണ് കേട്ടോ. നല്ല മഴ പെയ്യണുണ്ട്. ഓള് സ്കൂൾക്ക് പോകാൻ വേണ്ടി കുടുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഓളെ ചങ്ങാഴ്ചയാൾ ഒക്കെ വിളിച്ച് നോക്കുമ്പോൾ അവർക്കൊക്കെ മടിയാണെന്ന് മഴ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാനേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടയാക്കി കൊടുത്തോണ്ട് നിങ്ങൾ പറഞ്ഞേക്കാണെങ്കിൽ വിട്ടടിയായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ചീനി. അപ്പോൾ ഓല് കൊണ്ടുവന്നാക്കി തരാമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ കൊണ്ടയാക്കി തരട്ടെ മിനുട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓളായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം മഴ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വെച്ച സ്കൂൾക്ക് സ്കൂൾക്ക് അല്ല നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മടിയാണ് മക്കളെ. പിന്നെ ഇപ്പോൾ കുട്ടികളെ കാര്യം പറയണം, പുറത്തേക്ക് ഇറങ്ങാൻ. അങ്ങനെ നമ്മൾ എന്താട്ടി മിന്നൂട്ടിനെ കൊണ്ടയാക്കാൻ പോയപ്പോൾ നിന്നപ്പോത്തിന് സിയമോളുണ്ടല്ലോ അതിൽ വീഡിയോയിൽ കാണുന്നുണ്ട്. ഓളപ്പ ഓട്ടോറിക്ഷയിൽ കൊണ്ടയാക്കിക്കണം കേട്ടോ ഓലെ. അതുകൊണ്ട് നമ്മൾ കഴിച്ചിട്ടായിട്ടൊന്ന് അങ്ങനെ ഓല അങ്ങനെ പോയി വന്നാരെ പിന്നെ നമ്മളെന്താട്ടി അടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി കൂട്ടാനൊക്കെ ഇപ്പം ഇനി എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടൊക്കെ വേണം. അപ്പം ഇനിയിപ്പം വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ നേരം കുറയാവും. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ അങ്ങനെ ഇട്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ.